മെന്റർഷിപ്പിനൊക്കെ ഞാൻ കണ്ടത് ഏകദേശം ഒരു €5,000 ഒക്കെ ഉള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് ഞാനിവിടെ 1-on-1 മെന്റർഷിപ്പിന് കണ്ടത്. എന്റെ ഈ ഞാൻ എന്തൊക്കെയാണോ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചത് അതിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുകയാണ് ചെയ്തത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഈ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ തന്നെ ഒരു സക്സസ് എന്നുള്ള ഒരു ഫീലാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു എനിക്ക് ഈ ട്രേഡിംഗിൽ ഈ മെന്റർഷിപ്പിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇത് ട്രേഡിംഗിൽ മാത്രമല്ല ഇത് എന്റെ ലൈഫിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും. അതേപോലെ തന്നെ എന്റെ ഒരു എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ തരത്തിൽ തന്നെയായിരുന്നു ഈ മൊത്തം പ്രോഗ്രാം. കാരണം അത് ഞാൻ ഇതിനു മുന്നേ വേറെയും മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഈവൻ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം റിവ്യൂ അതേപോലെ റിവിഷനും എല്ലാ ഫേസിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്കും കൂടെ പ്രോഗ്രാമിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ സംശയിച്ചൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ അർജുൻ പ്രോഗ്രാമിലേക്ക് വരുമ്പോ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ബെറ്റർ ആക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് വന്നത് എന്നുള്ളതൊന്ന് ഓർത്തിട്ട് ഒന്ന് പറയുക. അതിനു മുമ്പ് ഒന്ന് ഒരു ബ്രീഫായിട്ടൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഓക്കെ, സോ എൻ്റെ പേര് അർജുൻ. ഞാൻ ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ലാസ്റ്റ് 2 year ആയിട്ട് ട്രേഡിങ് പഠിക്കുകയും ട്രൈ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു അവസരത്തിലാണ് ആക്ച്വലി ഒരു യൂട്യൂബ് വീഡിയോ ഒന്ന് അനീഷ് സാറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതും. ആ സമയത്ത് തന്നെ സാറിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാം ആ ഒരു റേഞ്ചിൽ തന്നെ ലോഞ്ച് ചെയ്യും. അപ്പം അങ്ങനെ ഒരു 2 മാസത്തിനുള്ളിൽ ഇങ്ങനെ ആ ഒരു വീഡിയോ. അപ്പൊ അതിനുശേഷം 2 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ മെന്റർഷിപ്പിലേക്ക് വരുന്നത്. അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. അതെ, ഫോറക്സിലായിരുന്നു ട്രേഡ് ചെയ്യാൻ പ്രാക്ടീസ് കൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്യുന്നതും. അതേപോലെ തന്നെ ഒറ്റൊരു ഇൻസ്ട്രുമെന്റിലാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോഗ്രാമിലേക്ക് വരാനുണ്ടായ കാരണം എന്തൊക്കെ ആണ് എയിം ചെയ്യുന്നത്? പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ്, സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ഓർമ്മയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഓർമ്മയിലുണ്ട് ആക്ച്വലി. സോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും എന്റെ മെയിൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുക. മീൻസ് റൂൾ ബ്രേക്കിംഗ് ഒരു വൺ ഓഫ് ദ ഇഷ്യൂ ആയിരുന്നു. അതേപോലെ തന്നെ ഈ എന്താ പറയുക ലോസസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. പിന്നെ ഈ ഇമോഷണൽ ട്രേഡ് റിസൾട്ടുമായിട്ട് ഇമോഷണൽ ഒരു കണക്ഷൻ. അതായത് ഇപ്പൊ ഒരു വിന്നിങ് ട്രേഡ് വന്നാൽ അന്നത്തെ ദിവസത്തെ ഒരു മൂഡൊക്കെ നല്ല മൂഡാകും. അതേപോലെ എൻ്റെ ഡെയിലി മൂഡ്സിനെ ഈ ട്രേഡ് റിസൾട്ട് എഫക്റ്റ് ചെയ്യുക. സോ അത് പിന്നെ റിവെഞ്ച് ട്രേഡും അതേപോലെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഇതൊക്കെ ആയിരുന്നു ഒരു മേജർ റീസൺസ് ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് വരാനുള്ളതായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്ത റീസൺസ്. നമ്മൾ 2 മാസം കൂടുതലാവുന്നു. പ്രോഗ്രാം കഴിയുമ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ എത്രമാത്രം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കോർ ഇടുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അത് അപ്പിയർ ആയോ എന്നുള്ളതിന്റെ സ്കോർ ഇടുകയാണെങ്കിൽ എന്തായാലും 10 അല്ലാതെ ഇതിൽ കുറഞ്ഞൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെന്റർഷിപ്പ് പീരീഡിൽ തുടക്കത്തിലൊരു എനിക്കൊന്ന് 2ാമത്തെ ദിവസം എങ്ങനെയാണ് തോന്നുന്നത് ഒരു റൂൾ ബ്രേക്കിംഗ് ഞാൻ ചെയ്തല്ലാതെ അതെ 2ാമത്തെ ദിവസം ഇങ്ങനെ ചെയ്തല്ലാതെ പിന്നെ ഞാൻ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഈ ഇങ്ങനത്തെ റൂൾ ബ്രേക്കിങ്ങോ അതായത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഡേ ബൈ ഡേ എന്റെ ഈ ഞാൻ എന്തൊക്കെയാണോ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചത് അതിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുകയാണ് ചെയ്തത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഈ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ തന്നെ ഒരു സക്സസ് എന്നുള്ള ഒരു ഫീലാണ്. മീൻസ് ചേഞ്ച്. അതെ, ആ ഒരു എന്നെ കൊണ്ട് മുന്നേ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഞാൻ സോ മച്ച് ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ ഞാൻ ഇതില് 10ൽ കുറഞ്ഞൊന്നുമില്ല. അതില് പിന്നെ ഇത്തരം ഈ കാര്യങ്ങൾ മാറ്റുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആസ്പെക്ടുകൾ എന്ന് പറഞ്ഞാൽ സൈക്കോളജി ബേസിൽ നമ്മളൊരു തെറാപ്യൂട്ടിക് ലെവലിലുള്ളൊരു അപ്രോച്ചാണ് ഇതിനെ കൊടുക്കുന്നത്, സൈക്കോളജിയെ കറക്റ്റ് ചെയ്യാനുള്ള.
അപ്പൊ അവിടെ ആ രീതിയിൽ ഇപ്പൊ മെന്ററെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഇഷ്യൂസ് പരിഹരിക്കാനുള്ള കണ്ടന്റുകളുടെ ബേസിലും മെന്റർ അത് തരുന്ന അല്ലെങ്കിൽ മെന്ററുടെ അതിലുള്ള ഒരു സ്കില്ലിലും കൂടെ നിങ്ങളൊരു അസസ് ചെയ്താൽ അതിനൊരു 10 ഔട്ട് ഓഫ് എത്ര നിങ്ങൾ അസസ് ചെയ്യും? നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള മെന്ററുടെ സ്കില്ലും അതിലുള്ള കണ്ടന്റുകളുടെ പ്രാധാന്യവും കൂടെ വെച്ചോളൂ. 10 ഔട്ട് ഓഫ് 10 തന്നെയാണ് കൊടുക്കുക. കാരണം ഒന്നാമത് ഞാൻ ഇതിന് മുന്നേ വേറെയും മെന്റർഷിപ്പ് പ്രോഗ്രാംസ്, ഈവൻ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അപ്പം അതിലൊക്കെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിലും എന്താ പറയാ, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു 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 ഫ്രെയിം വർക്ക് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇത് ഒരു പ്രോപ്പർ ഫ്രെയിം വർക്ക് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഫ്ലെക്സിബിൾ, ലൈക്ക് ഒരു നമ്മുടെ ക്ലയന്റിന്റെ ആ എന്താണോ ഇൻഡിവിജ്വൽ നീഡ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതനുസരിച്ച് ആ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചും കൂടെ ആയിരുന്നു. സോ ഒരു 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കുന്നത്. നമ്മളുടെ പിന്നെ ഒരു പ്രോഗ്രാം ഒരു തിയറി ബേസ്ഡ് പ്രോഗ്രാം ആണോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് പ്രോഗ്രാം ആണോ എന്നുള്ളതിന്റെ ഒരു ആംഗിളിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ അതിനെങ്ങനെയാണ് നിങ്ങൾ? ഇത് ഒരു തിയറി പ്ലസ് പ്രാക്ടിക്കൽ ആണെന്ന് തന്നെ വേണം പറയാം. ആദ്യം ആക്ച്വലി ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നത്, ഇത് സയൻസ്, ഇത് സൈക്കോളജി അതായതുകൊണ്ട് ഇത് മോർ തിയറി ബേസ്ഡ് ആവുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. മീൻസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് അതുമായി റിലേറ്റഡ് ഉള്ള എക്സർസൈസസ്, അതായത് ഇപ്പം NLP അതേപോലുള്ള ടെക്നോളജി മെത്തഡോളജീസ് ഒക്കെ യൂസ് ചെയ്ത്, NLP ഹിപ്നോസിസ് അങ്ങനത്തെ മെത്തഡോളജീസ് ഒക്കെ യൂസ് ചെയ്ത്, അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ഒരു തിയറി പ്ലസ് പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. അപ്പൊ ഒന്നും എവിടെയും കൂടി നിന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മൊത്തം പ്രോഗ്രാമിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മേജർ ടേക്ക് അവേ ആയിട്ട് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ആക്ച്വലി കുറെ ഉണ്ട്. ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നി. കാരണം എനിക്കെല്ലാം എന്റെ ഈ ട്രേഡിങ്ങിലും ഈവൻ അതിലെ സൈഡിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളതാണ്. സോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓരോ ഫേസിൽ ഇപ്പൊ എന്തൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഫേസിന്ന് എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് ഒന്ന് ഈ ലൂസിങ് സ്ട്രീക്ക് ആൻഡ് വിന്നിങ് സ്ട്രീക്ക്, ആ ഒരു കോൺസെപ്റ്റ്. ലൂസിങ് സ്ട്രീക്കിന്റെ കോൺസെപ്റ്റ്. കാരണം ലൂസിങ് സ്ട്രീക്ക് എന്നെ സംബന്ധിച്ച് ഒരു സംതിങ് ഐ കാൻ ഹാൻഡിൽ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അത് പിന്നെ അതേപോലെ തന്നെ എന്റെ സ്ട്രാറ്റജി ഫൈൻ ട്യൂൺ ചെയ്യുന്നില്ലേ, കാരണം അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു. കാരണം ഞാൻ എന്റെ സ്ട്രാറ്റജിയിൽ എനിക്ക് ആദ്യം ഒരു ട്രസ്റ്റ് അല്ലായിരുന്നു. സോ അത് ഫൈൻ ട്യൂൺ ചെയ്യുന്നത് വഴി, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫൈൻ ട്യൂൺ ചെയ്യുന്നത് വഴി എനിക്ക് അതിലൊരു ട്രസ്റ്റ് ആക്ച്വലി കിട്ടി. സോ അതൊരു ഫസ്റ്റ് ഫേസ് അത് വേണം പറയാം. സെക്കൻഡ് ഫേസിലാണ് കൂടുതൽ ഈ റിവെഞ്ച് ട്രേഡ്, അതേപോലെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെ ഡിസ്കൗണ്ടിങ് അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ സെക്കൻഡ് ഫേസിലായിരുന്നു കൂടുതല്. പിന്നെ ബിഹേവിയർ ലൂപ്പും സെക്കൻഡിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. ചിലക്ക് എങ്ങനെ ബിഹേവിയർ എങ്ങനെ ഫോം ചെയ്യുന്നു. അതെ അതെ, അതുണ്ടായിരുന്നു. ഇതൊക്കെ സെക്കൻഡ് ഫേസിൽ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തേർഡ് ഫേസിലേക്ക് വന്നപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റും അതേപോലെ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ആക്ച്വലി എനിക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം ഞാൻ മുന്നേ എന്റെ റിക്വയർമെന്റ്സിൽ ഒന്നായിരുന്നു ഈ ട്രേഡ് ഔട്ട്കം എന്റെ ഇമോഷനെ ബാധിക്കാതിരിക്കുക എന്നുള്ളത്. സോ ഈ ആക്ടിവിറ്റീസും അതേപോലെ വിൽ പവർ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള എക്സസൈസസ്, അതേപോലെ അത് ആ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഇതൊക്കെയാണ് എനിക്ക് ഇപ്പൊ ഓരോ ഫേസിന്ന് പെട്ടെന്ന് എടുത്ത് പറഞ്ഞാല് ഓർമ്മയിലേക്ക് വരുന്നത്. പിന്നെ ഇതിലെ കണ്ടന്റുകൾ നമുക്ക് ലൈഫിലെ മറ്റ് ആസ്പെക്ടുകളിൽ ഏത് രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? അത് നിങ്ങളെ സംബന്ധിച്ച് അത് ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് വന്നിരുന്നത്. അപ്പൊ അർജുനെ സംബന്ധിച്ച് എങ്ങനെയാണത്? ഇതിന്റെ ആൻസർ സാറിന് ഓൾറെഡി അറിയാം. ഞാൻ ഓരോ സെഷനിൽ ഇരിക്കുന്നതിന് മുന്നേ അങ്ങനെ പറയും, ഇന്ന കാര്യം ഞാൻ ഇന്ന ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്ത്, ഇത് എന്റെ ലൈഫിൽ ട്രേഡിംഗ് അല്ലാതെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത്. കാരണം ആക്ച്വലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ട്രേഡിംഗിൽ ഈ മെന്റർഷിപ്പിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു, ഇത് ട്രേഡിംഗിൽ മാത്രമല്ല ഇത് എന്റെ ലൈഫിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും. അതേപോലെ തന്നെ എന്റെ ഒരു എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ മൊത്തം പ്രോഗ്രാം. കാരണം
ഇതിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് ഓഫ് കോഴ്സ് ലൈക്ക് നമുക്ക് എല്ലാ ഏരിയയിലും ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഓരോ നമ്മുടെ ബിഹേവിയർ ലൂപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ബിഹേവിയർ ട്രേഡിങ്ങിൽ മാത്രമല്ല പലതരത്തിലുള്ള ബിഹേവിയർ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ സെയിം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാനും പുതിയ ബിഹേവിയേഴ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഇതാണ്. കാരണം ഓൾറെഡി മീൻസ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നതും കൊണ്ട് കൂടെ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് മീൻസ് എല്ലായിടത്തിലും അപ്ലൈ ചെയ്യാൻ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഒരു ടൂള് കിട്ടിയ പോലെയായിരുന്നു. സോ ഓഫ് കോഴ്സ് ഇഫ് സമൺ ഇസ് റിയലി വാണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ ലൈഫിലേക്കൊക്കെ അങ്ങനത്തെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് ട്രേഡിംഗിൽ മാത്രമല്ല പേഴ്സണൽ ലൈഫിലും മാത്രമല്ല. അതെ അതെ അതെ. ഒരു പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാല് ഇതിന്റെ ഒരു വർക്ക് ഫോർ മണി എന്നുള്ള ഒരു ആസ്പെക്റ്റില് 10 ഔട്ട് ഓഫ് നിങ്ങൾ എങ്ങനെ സ്കോർ ചെയ്യും എന്നുള്ളത്? 10 ഔട്ട് ഓഫ് ഇഫ് 10ന് മുകളിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതേ കൊടുക്കുള്ളൂ. പക്ഷെ അതിന് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ 10ൽ നിർത്താണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാന് വേറെയും ഇവിടെ ഞാൻ ഇപ്പോ യൂറോപ്പിലുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് മെന്റർഷിപ്പ് ഇതേപോലുള്ള ട്രേഡിംഗ് മെന്റർഷിപ്പ് പർച്ചേസ് ചെയ്ത സമയത്ത് വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ എല്ലാം ഒരു മിനിമം ഇത് ഈ ഒരു ഇത് വരുന്നത് ഞാൻ ഒന്ന് പർച്ചേസ് ചെയ്തത് ഒരു റെക്കോർഡഡ് വീഡിയോ സെഷൻസ് ആണ് വരുന്നത്. ഒരു ഹവേഴ്സ് ഓഫ് റെക്കോർഡഡ് വീഡിയോ സെഷൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഇത് വരുന്നത് തന്നെ $500 ആണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ മെന്റർഷിപ്പ് പോലെ ഒരു ഇൻഡിവിജ്വൽ 1-on-1 ഒന്നല്ല, ജസ്റ്റ് റെക്കോർഡഡ് വീഡിയോ ആണ്. സോ ഈ ഇതേപോലെയുള്ള 1-on-1 മെന്റർഷിപ്പിനൊക്കെ ഞാൻ കണ്ടത് ഏകദേശം ഒരു €5,000 ഒക്കെ ഉള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് ഞാൻ ഇവിടെ 1-on-1 മെന്റർഷിപ്പിന് കണ്ടത്. അതെ അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സാറിന്റെ ഈ ഒരു ഇത് കാണുന്നത്. ഞാൻ ഈ സെയിം ഇത് എന്റെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്തും അവർക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും കുറഞ്ഞ പ്രൈസിലൊക്കെ മെന്റർഷിപ്പ് കിട്ടുക. ഓക്കെ, സോ ഇഫ് ആരെങ്കിലും ഒരു പ്രൈസിന്റെ കാര്യത്തിൽ ഇതിപ്പോ രണ്ടാമത് റീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇത് ജസ്റ്റ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി, അത്രേ ഞാൻ പറയുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതിൽ ജനറലി ഓക്കെ നമ്മള് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു കഴിഞ്ഞു. ജനറലി ഓവറോൾ പ്രോഗ്രാമിനെ പറ്റിയിട്ട് എന്താണ് അർജുന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുള്ള എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? എനിക്കിതില് ബെറ്റർ ആക്കാന്നുള്ള രീതിയിൽ സജഷൻസ് അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ ഒരു ഓവറോൾ ഇത് പറയുകയാണെങ്കിൽ ഐ എം ലൈക്ക് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ആൻഡ് ഞാൻ ആക്ച്വലി ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതെനിക്ക് ഈവൻ മെന്റർഷിപ്പിന് ശേഷവും ഒരു ഇടവിട്ട സമയങ്ങളിൽ ഇപ്പൊ ഒരു വൺസിനെ മന്തോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മീൻസ് വിത്ത് ഓക്കെ ഓഫ് കോഴ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും എപ്പോഴും നമ്മളായിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് സമയം ഷെഡ്യൂൾ ചെയ്യും. അതെ അതെ, ആ ഒരു എനിക്ക് അതാണ് എന്റെ മെയിൻ ഫോക്കസ്. അതല്ലാതെ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ചേർന്നതാണ്. റൈറ്റ് ടൈമിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. എനിക്ക് തോന്നുന്നു മെന്റർഷിപ്പിനിടയിൽ വളരെ വൺ ഓഫ് ദ ഫേവറേറ്റ് മെന്റി എന്ന് പറയാം. വളരെയധികം ക്ലോസ് ആയ ഒരു മെന്റിയും കൂടിയാണ്. കുറെ അധികം അല്ലാതെ നമ്മൾ മറ്റു പല കാര്യങ്ങളും ഡിസ്കഷനിലേക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ, എനിക്ക് ഒന്നാമത് ഞാനിപ്പോ ഇവിടെയുള്ള സമയത്ത് ഇവിടെ അധികം മലയാളികളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഡീപ്പ് കോൺവെർസേഷൻ, ഇങ്ങനെ ഒരു മലയാളത്തിലൊരു ഡീപ്പ് കോൺവെർസേഷൻ ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് എനിക്ക് കുറവാണ്. ആ സമയത്താണ് ഒരു നല്ലൊരു ഡീപ്പ് കോൺവെർസേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനോ അതൊരു കുറച്ചും കൂടെ ഒരു വാല്യുബിൾ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ മറ്റ് ചാനലുകൾ കോൺടാക്ട് ചെയ്യാൻ ഡിസ്കോഡിൽ ഞാൻ ആഡ് ചെയ്തിടാം. നമുക്കൊരു ഒഫീഷ്യൽ റിവ്യൂ റെക്കോർഡിംഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.